പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമനിസം ആൻഡ് ലോജിക്കിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് സെക്ഷൻ എ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എ ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് ദ ടീച്ചിങ് ഓഫ് ബുദ്ധ ഓഫ് ഹിസ് ഫോളോവേഴ്സ്. ബുദ്ധൻ്റെ ഉപദേശങ്ങൾ അടങ്ങിയ ഒരു പുസ്തകത്തിൻ്റെ പേരെഴുതുക. ബുദ്ധൻ്റെ ഉപദേശങ്ങൾ അടങ്ങിയ പുസ്തകത്തിൻ്റെ പേരെഴുതുക. ആൻസർ ധർമ്മപദം. ത്രിപീഡകങ്ങൾ എന്ന അഥവാ ധർമ്മപദമാണ് ബുദ്ധൻ്റെ ഉപദേശങ്ങൾ അടങ്ങിയ പുസ്തകം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഉപനിഷത്ത് കണ്ടെയ്ൻസ് ദ സ്റ്റോറി ഓഫ് നച്ചികേതാസ്. നചികേതസിൻ്റെ കഥ അടങ്ങിയിരിക്കുന്നത് ഏത് ഉപനിഷത്തിലാണ്? ആൻസർ കഠോപനിഷത്ത്. കഠോപനിഷത്തിലാണ് നചികേതാസിൻ്റെ സ്റ്റോറി അടങ്ങിയിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഓഥർ ഓഫ് അനുകമ്പാദശകം. അനുകമ്പാദശകം രചിച്ചത് ആരാണ്? ആൻസർ ശ്രീനാരായണ ഗുരു. നാലാമത്തത്, നെയിം ദ ഫസ്റ്റ് തീർത്ഥങ്കര ഓഫ് ജൈനിസം. ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരൻ ആരാണ്? ആൻസർ ഋഷഭനാഥനാണ് ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അമർത്യ സെൻസ് നോഷൻ ഓഫ് ഈക്വാലിറ്റി. അമർത്യ സെന്നിൻ്റെ സമത്വം എന്നതിനെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്? ഈക്വാലിറ്റി, സമത്വം എന്നതിനെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്? ആൻസർ ശേഷികളുടെ സമത്വം. കേപ്പബിലിറ്റി ഇക്വാലിറ്റി, ശേഷികളുടെ സമത്വം എന്നുള്ളതാണ് അമർത്യ സെന്നിൻ്റെ സമത്വത്തെക്കുറിച്ചുള്ള സങ്കല്പം. ഓരോ വ്യക്തിക്കും അവരുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ശേഷി ഉണ്ടായിരിക്കും എന്നതാണത്. ഓരോ വ്യക്തിക്കും അവരുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ശേഷി ഉണ്ടായിരിക്കാം. അതാണ് ശേഷികളുടെ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറാമത്തത്, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ഡീപ്പ് ഇക്കോളജി. ഡീപ്പ് ഇക്കോളജിയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ആർണേനസ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീൻ ബൈ എക്കോസോഫി. എക്കോസോഫി എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ പരിസ്ഥിതിയും തത്വശാസ്ത്രവും ചേർന്നതാണ് എക്കോസോഫി. പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ ആത്മീയവും ദാർശനികവുമായ ബന്ധത്തെ ഇത് സൂചിപ്പിക്കുന്നു. പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ ആത്മീയവും ദാർശനികവുമായ ബന്ധത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പരിസ്ഥിതിയും തത്വശാസ്ത്രവും ചേർന്നതിനാണ് എക്കോസോഫി എന്ന് പറയുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫേമസ് വർക്ക് ഓഫ് അരിസ്റ്റോട്ടിൽ ദ ഡീൽസ് വിത്ത് ഡിഡക്റ്റീവ് ലോജിക്. ഡിഡക്റ്റീവ് ലോജിക് കൈകാര്യം ചെയ്യുന്ന അരിസ്റ്റോട്ടിലിന്റെ പ്രശസ്തമായ കൃതി ഏതാണ്? ആൻസർ ഓർഗാനൺ ആണ് ഡിഡക്റ്റീവ് ലോജിക് കൈകാര്യം ചെയ്യുന്ന അരിസ്റ്റോട്ടിലിന്റെ പ്രശസ്തമായ കൃതി. അടുത്ത ക്വസ്റ്റ്യൻ, പത്താമത്തെ ചോദ്യം, ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രൊപ്പോസിഷൻ. സാർവത്രിക സ്ഥിരീകരണ പ്രസ്താവനയ്ക്ക്, യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രൊപ്പോസിഷന് ഒരു ഉദാഹരണം എഴുതുക. ആൻസർ ഓൾ മെൻ ആർ മോർട്ടൽ. എല്ലാ മനുഷ്യരും മർത്യരാണ്. ഓൾ മെൻ ആർ മോർട്ടൽ, എല്ലാ മനുഷ്യരും മർത്യരാണ് എന്നതാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രൊപ്പോസിഷന്, സാർവത്രിക സ്ഥിരീകരണ പ്രസ്താവനയ്ക്ക് ഒരു ഉദാഹരണം. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്, വിച്ച് ഈസ് ദ സ്കൂൾ ഫൗണ്ടഡ് ബൈ അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച വിദ്യാലയം ഏതാണ്? ആൻസർ ലൈസിയം. 12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലോജിക്. ലോജിക്കിലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ എന്താണ്? ആൻസർ ഈഫ് ദെൻ
എങ്കിൽ എന്ന് തുടങ്ങുന്ന പ്രസ്താവനകളെയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, മഴ പെയ്യുകയാണെങ്കിൽ നിലം നനയും. ഇഫ് ദെൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ്, എങ്കിൽ എന്ന് തുടങ്ങുന്ന പ്രസ്താവനകൾ. അപ്പോൾ 13ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മീൻ ബൈ സ്റ്റിപ്പുലേറ്റ് ഡെഫിനിഷൻ? സ്റ്റിപ്പുലേറ്റ് ഡെഫിനിഷൻ എന്നാൽ എന്താണ്? അപ്പം ആൻസർ, ഒരു പുതിയ വാക്കിനോ ചിഹ്നത്തിനോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നൽകുന്ന പുതിയ അർത്ഥത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു പുതിയ വാക്കിനോ ചിഹ്നത്തിനോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നൽകുന്ന പുതിയ അർത്ഥത്തെയാണ് സ്റ്റിപ്പുലേറ്റ് ഡെഫിനിഷൻ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സെൻട്രൽ ടാസ്ക് ഫോർ സയൻസ്? ശാസ്ത്രത്തിൻ്റെ പ്രധാന ദൗത്യം, സെൻട്രൽ ടാസ്ക് എന്താണ്? ആൻസർ, പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കുക, പരീക്ഷിക്കുക, അവയെക്കുറിച്ച് കൃത്യമായ വിശദീകരണങ്ങളും സിദ്ധാന്തങ്ങളും നൽകുക എന്നതാണ് ശാസ്ത്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഒന്നും കൂടെ പറയാം. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കുക, പരീക്ഷിക്കുക, അവയെക്കുറിച്ച് കൃത്യമായ വിശദീകരണങ്ങളും സിദ്ധാന്തങ്ങളും നൽകുക എന്നതാണ് ശാസ്ത്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഗീവ് ദ സിമ്പിൾ ഫോർ മെറ്റീരിയൽ ഈക്വലൻസ് ഇൻ സിംബോളിക് ലോജിക്. സിംബോളിക് ലോജിക്കിൽ മെറ്റീരിയൽസ് ഈക്വലൻസ് സൂചിപ്പിക്കുന്ന ചിഹ്നം നൽകുക. ഇപ്പം ആൻസർ ട്രിപ്പിൾ ബാർ ആണ്. 3 വരെ ഇങ്ങനെ താഴെയായിട്ടിരിക്കുന്ന ട്രിപ്പിൾ ബാർ, അല്ലെങ്കിൽ ബൈ കണ്ടീഷണൽ ആരോ. ഒരു വര ഇട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ആരോ കൊടുക്കുക. ട്രിപ്പിൾ ബാർ അല്ലെങ്കിൽ ബൈ കണ്ടീഷണൽ ആരോ ആണ് സിംബോളിക് ലോജിക് ഈക്വലൻസ് സൂചിപ്പിക്കുന്ന ചിഹ്നം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ ആൻസർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ ആൻസർക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.